എല്ലക്കൽ മുല്ലക്കാനം റോഡ് നിർമ്മാണ സ്തംഭനത്തിനെതിരെ റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധവും ധർണാ സമരവും വ്യാഴാഴ്ച രാവിലെ 10:30 തേക്കിൻകാനത്ത് സംഘടിപ്പിക്കുമെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയോര ഹൈവേയുടെ ഭാഗമായി എല്ലക്കൽ മുതൽ മുല്ലക്കാനം വരെയുള്ള 5 കിലോമീറ്റർ ദൂരം വരുന്ന റോഡും എല്ലക്കല്ലിൽ മുതിരപ്പുഴയാറിന് കുറുകെ പുതിയ പാലവും നിർമ്മിക്കുന്നതിനായി 39 കോടി രൂപ അനുവദിച്ച് 3 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ചതാണ്. ഒച്ചിന്റെ വേഗതയിൽ ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട നിരവധി സമരങ്ങളും ഡിപ്പാർട്ട്മെന്റിലേക്ക് നിരവധി നിവേദനങ്ങളും സമർപ്പിച്ചെങ്കിലും യാതൊരു പരിഹാരവുമാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ യോഗം ചേർന്ന കിങ്ങണി രാജേന്ദ്രൻ ചെയർപേഴ്സണായും VK മാത്യു ജനറൽ കൺവീനറായും റോഡ് സംരക്ഷണ സമിതി രൂപീകരിച്ച പ്രത്യക്ഷ സമര പരിപാടികൾ ആസൂത്രണം ചെയ്തത്. അതിന്റെ ഒന്നാം ഘട്ടമായി വ്യാഴാഴ്ച തേക്കിൻകാനം ജംഗ്ഷനിൽ ഉപരോധ സമരം സംഘടിപ്പിക്കുന്നത്. 39 കോടി രൂപ ചെലവഴിച്ച് 5 കിലോമീറ്റർ റോഡ് സൈഡ് വാൾ ഉൾപ്പെടെ കെട്ടി ടാർ ചെയ്ത് എല്ലക്കല്ലിൽ പാലം ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് 39 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. 3 വർഷമായിട്ട് ഈ പ്രദേശത്തൂടെ ഉണ്ടായിരുന്ന ബസ് സർവീസ് എല്ലാം നിർത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച് 3 വർഷം കഴിഞ്ഞിട്ടും 5 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോലും ഇതുവരെയായിട്ടും ടാർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിരവധിയായ ബഹുജന സമരങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാർത്ഥികളടക്കം വിവിധ രാഷ്ട്രീയ കക്ഷികൾ എല്ലാം ഇക്കാര്യത്തിൽ സമരം ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്ക് 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്. അതുപോലെ തന്നെ 2 കോളേജുകൾ അവിടെയുണ്ട്. ഒരു ഗവൺമെന്റ് ITI കോളേജും ഒരു സാൻജോ കോളേജും. ഇങ്ങനെ 2 കോളേജുകളിലും 100 കണക്കിന് വിദ്യാർത്ഥികൾ ഓരോ ദിവസവും വന്നുപോയി പഠിക്കുന്നതാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസം ഈ 3 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വീണ്ടും കാലവർഷം വരാൻ പോവുകയാണ്. വീണ്ടും ഒരു വർഷം കൂടി നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ട് വരും. ഇത് ആളുകളെ ഏറെ കഷ്ടപ്പാടിലേക്ക് ആക്കും എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം സാൻജോ കോളേജിലെ ഇവിടുത്തെ പൗരപ്രമുഖരായ ആളുകൾ ഒന്നിച്ച് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഒന്നിച്ചുകൂടി സമരം ചെയ്യുവാൻ തീരുമാനമെടുത്തതിന്റെ വെളിച്ചത്തിലാണ് തേക്കിൻകാനത്ത് ഫെബ്രുവരി 5-ാം തീയതി 10:30 പ്രതിഷേധ സമ്മേളനവും ഉപരോധ സമരവും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുക. ഉപരോധ സമരത്തിന് അധ്യക്ഷത അലങ്കരിക്കുന്നത് സമരസമിതിയുടെ ജനറൽ കൺവീനറായിരിക്കുന്ന VK മാത്യു അവരുകളാണ് ഇതിന് അധ്യക്ഷത വഹിക്കുന്നത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് കിങ്ങണി രാജേന്ദ്രൻ ഇത് ഉദ്ഘാടനം ചെയ്യും. 5 കിലോമീറ്റർ റോഡിൽ 2 കിലോമീറ്ററിൽ താഴെ ദൂരമാണ് ഭാഗികമായി ടാർ ചെയ്തത്. പാലത്തിന്റെ പണി ആരംഭിച്ചിട്ടില്ല. അടുത്ത മഴക്കാലത്തിന് മുമ്പ് തൂണുകൾ ഉയർത്തിയില്ലെങ്കിൽ പാലം പണിയും പ്രതിസന്ധിയിലാവും. കോൺട്രാക്ടറെയും സൂപ്പർവൈസർമാരെയും വിളിച്ചാൽ എടുക്കാറില്ലെന്നും സൂപ്പർവൈസർമാരെ തുടരെ മാറ്റുകയുമാണെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. മൂന്നാർ തേക്കടി റോഡിന്റെ ഭാഗമായ ഈ റോഡിലൂടെ സർവീസ് ബസ് ഓടിയിട്ട് 3 വർഷമായി. ഗവൺമെന്റ് ITI, സാൻജോ കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ ഗതാഗത സംവിധാനമില്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഗതാഗത സൗകര്യമില്ലാത്തത് ഈ സ്ഥാപനങ്ങളിലെ അഡ്മിഷനെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അടിയന്തരമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധം സംഘടിപ്പിക്കുന്നത്. സമരസമിതി കൺവീനർ VK മാത്യു അധ്യക്ഷത വഹിക്കുന്ന ഉപരോധ സമരം രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഫാദർ ജോബിൻ പേണാട്ടുകുന്നേൽ, ഫാദർ ജോൺ കലൂർ, ഫാദർ എബിൻ ആയിൽമുലിൽ, ബാബു ജോസഫ്, PG സുകുമാരൻ, അജയൻ മാടപ്പള്ളി എന്നിവർ പ്രസംഗിക്കും. രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ബെന്നി പാലക്കാട്ട്, VK മാത്യു, ജോസഫ് വട്ടോത്ത്, ജോഷി കന്യാകുഴി, VV ബാബു എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്.